ജന്തർ മന്ദറിലേക്ക് കൂടി പോകണം. ജന്തർ മന്ദറിൽ നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, ഇപ്പോൾ കൂടുതൽ ആളുകൾ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടോ? ഇന്നലത്തെ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമൊക്കെ ഡൽഹിയിലേക്ക് എത്തുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ജന്തർ മന്ദറിലെ അവസ്ഥ? അരുൺ, ദില്ലി ജന്തർ മന്ദിർ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എന്താണെങ്കിലും ഇങ്ങോട്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഒരുപാട് ആളുകളുണ്ട്. അത് പലയിടത്തു നിന്ന്, പല സ്ഥലത്തു നിന്ന് വന്ന ആളുകളാണ്. കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകരുണ്ട്, അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ കോണുകൾ, ഉത്തരേന്ത്യയിൽ നിന്ന് ആളുകളൊക്കെ ഉണ്ട്. വലിയ മുദ്രാവാക്യങ്ങളിലേക്കായി രാവിലെ തന്നെ എല്ലാവരും നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം അടക്കം നടത്തിയത്. പക്ഷേ എങ്കിലും അതിന് പിന്നാലെ പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുകയും വലിയ തരത്തിൽ ഇവിടെ പ്രതിഷേധം വീണ്ടും ശക്തമാക്കുകയും ചെയ്തു. SFI, ഐസ പോലത്തെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇതിന്റെ ഭാഗമായി ഇങ്ങോട്ട് വീണ്ടും സജീവമായി തന്നെ എത്തുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. വലിയ പ്രതിഷേധത്തിലേക്കാണ് ജന്തർ മന്ദിർ ഇപ്പോൾ കടക്കുന്നത്. പ്രതിഷേധം വലിയ നമുക്ക് കാണാൻ കഴിയും ആവേശം. പ്രായഭേദമന്യുള്ള ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച എന്താണെങ്കിലും കാണാൻ കഴിയും. ജന്തർ മന്ദിറിന്റെ വിവിധങ്ങളായ കാഴ്ചകൾ രാവിലെ ആദിൽ പാടോട് നമുക്ക് സമ്മാനിച്ചതാണ്. പ്രത്യേകിച്ച് മത്സ്യത്തിന്റെ വലിയ കാഴ്ചകൾ ഇവിടെ, വലിയ ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ട്. ഇവർ ഒരു വീട് പോലെ ഈ പ്രദേശത്തെ സൂക്ഷിക്കുന്നു എന്നാണ്. പ്രത്യേകിച്ച് സ്വയം ഈ പ്രദേശം ഇവർ തന്നെ വൃത്തിയാക്കുന്നു, ഇവിടെയുള്ളവർക്ക് ചായ നൽകുന്നു, ഭക്ഷണം നൽകുന്നു. ഒടുക്കത്തെ നല്ല വലിയ ചൂടിൽ ഇവർക്ക് വേണ്ട രീതിയിലുള്ള കാറ്റ് വീശി നൽകി, അത്ര വിഷു കൊണ്ട് വീശി നൽകുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ഇവിടെ ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പ്രധാന സമരവേദിയാണ്, അതിഥിക്ക് അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഒപ്പം കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടിയിൽ പരിക്കേറ്റ ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പലരുടെയും കാലുകളിൽ മുറിവുകളുണ്ട്, അതോടൊപ്പം തന്നെ വെച്ച് കെട്ടിയിട്ടുണ്ട്, കൈകളിൽ ബാൻഡേഡ് ഇട്ടിട്ടുണ്ട്. അത്തരത്തിൽ പോലീസിന്റെ കഴിഞ്ഞ ദിവസത്തെ ആ നരനായാട്ടം, പ്രത്യേകിച്ച് വലിയ ആക്രമണം പോലീസ് നടത്തിയത് തങ്ങൾക്ക് എതിരെ എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി ആരോപിക്കുന്നത്. അങ്ങനെ പരിക്കേറ്റ വിദ്യാർത്ഥികളും ഒപ്പം യുവാക്കളും ഒക്കെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സമരവേദിയുടെ മുൻനിരയിൽ തന്നെ അവർ ഇരിക്കുകയും ചെയ്യുന്നത്. ആണെങ്കിലും പ്രതിഷേധം വലിയ തരത്തിൽ ഇന്നും സജീവമാണ്. ജന്തർ മന്ദിറിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളൊക്കെ എന്താണെങ്കിലും ഇവിടെ ഉണ്ട്. മലയാളികളായ ആളുകളുണ്ട്, മലയാളികളടക്കം. കേരളത്തിൽ എവിടെ നിന്നാണ്? ഞാൻ മലപ്പുറം. ഇല്ല, ഞാൻ ഇന്ന് രാവിലെ എത്തി. ഞാൻ വേറൊരു യാത്രയിലായിരുന്നു, ഇങ്ങനെ നേപ്പാൾ അങ്ങനെ യാത്രയിലായിരുന്നു. ഇപ്പോൾ പക്ഷേ ലാസ്റ്റ് ഇവിടെ വരണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇതൊരു ഒരു ഫ്യൂച്ചറിന് വേണ്ടി നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണല്ലോ. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. ഞാൻ മെട്രോ ഇറങ്ങി എനിക്ക് വഴി കാട്ടി തന്നൊരു ബീഹാറിൽ നിന്നുള്ള പെൺകുട്ടിയാണ് ഈ പ്രൊട്ടസ്റ്റിന് വരുന്നത്. പോകുന്ന വഴിക്ക് പല സ്റ്റേറ്റിൽ നിന്നുള്ള പല യൂത്തിനെയും കണ്ടു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗമാവണം. എനിക്ക് മലയാളിയോട് റിക്വസ്റ്റ് ഉള്ളത്, ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം. പക്ഷേ അത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു പാസ്റ്റ് നടന്ന കാര്യത്തിന് ജസ്റ്റ് വേണ്ടിയിട്ടല്ല, ഇതൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്, നമ്മുടെയൊക്കെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇത് ശരിക്കും ഒരു നീറ്റ് പേപ്പർ മാത്രമല്ല. ഞാൻ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ട് ഞാൻ പറയാം, ഇന്നലെ പല ഭാഗത്തും ഇപ്പോൾ പല സമരങ്ങൾ നടന്നുകൊണ്ട്. മധ്യപ്രദേശിൽ ഒരു സമരം നടക്കുന്നുണ്ട്, ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ വേറെ ഫോറസ്റ്റിന് വേണ്ടിയിട്ട് വേറെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റാണ്. നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ എത്തനോളുമായിട്ട് ബന്ധപ്പെട്ട ആ കമ്പനികളിൽ നിന്നുള്ള പൊല്യൂഷനായിട്ട് കുറേ പ്രൊട്ടസ്റ്റുകൾ നടക്കാൻ ഇനി ചാൻസ് ഉണ്ട്. സോ ഇതേപോലെ ഇന്ത്യൻ്റെ പല ഭാഗം കത്തിക്കൊണ്ടിരിക്കുക പല വിഷയങ്ങളിൽ. ഇപ്പം നമ്മൾ സൈലൻ്റായി നിന്നാൽ നമ്മൾ നിന്ന് പോകത്തുള്ളൂ. ഭാവിയെക്കുറിച്ച് കൃത്യമായ വീക്ഷണം നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ പ്രതിഷേധങ്ങളുടെ ഭാഗമാകണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വിവിധങ്ങളായ, പ്രത്യേകിച്ച് കേരളം അടക്കം സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട്, തെക്കേന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് പ്രതിഷേധക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും പ്രതിഷേധം ഇന്നലെ രാഹുൽ ഗാന്ധി കൂടി തെരുവിൽ ഇറങ്ങിയതോടെ കൂടുതൽ ഊർജ്ജം ഇതിന് വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല, ഈ പ്രതിഷേധ വേദിയിലേക്കും കൂടുതൽ ആളുകൾ എത്തുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞിരിക്കുന്നു. ഐസ, അതോടൊപ്പം SFI അടക്കമുള്ളവരെ സമരവേദികൾ സജീവമാണ്. എന്താണെങ്കിലും അരുൺ, ജന്തർ മന്ദിർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എത്തോളം ഈ മഴയത്ത് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മഴയിലും വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ, അതോടൊപ്പം തന്നെ ഇതിന് പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ ഇവിടെ എത്തുന്നത്. പ്രായഭേദമന്യേ, അത്തരത്തിൽ ലിംഗഭേദമന്യൊക്കെ ആളുകൾ എത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് വിയോജിപ്പ്, സർക്കാരിനോടുള്ള ഈ പറഞ്ഞ ചോദ്യത്തെക്കുറിച്ച് അടക്കമുള്ള വിഷയങ്ങളും ഒപ്പം ഈ പറഞ്ഞ പോലീസ് മർദ്ദനം അടക്കമുള്ള കാര്യങ്ങളെ വിയോജിപ്പ് ഇവർ ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ, ഓക്കെ, ഒരു കാര്യം കൂടി നോബൽ, ഇന്നിപ്പോൾ ഈ സമരക്കാരുടെ പദ്ധതി എന്താണ്? ഇന്ന് മാർച്ചൊന്നും ഇല്ലല്ലോ അല്ലേ പുറത്തോട്ട്? അരുൺ, നിലവിൽ ഇന്നൊരു പ്രതിഷേധ മാർച്ചിനെ കുറിച്ച് ഇവർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഇവർ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തകരെയും ഇവരെ പിന്തുണച്ചെത്തിയ ആളുകളെയും അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ വിട്ടയക്കാത്ത പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രി ഇവർ പാർലമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു ധർണ നിശ്ചയിച്ചിരുന്നു. അതിന് പിന്നാലെ പോലീസ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന്, അവിടെ ഈ കസ്റ്റഡിയെടുത്ത പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്ന, അവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രതിഷേധം അവർ വേണ്ടത് വെച്ചു. ഇന്നാണെങ്കിലും ജന്തർ മന്ദിറിന് പുറത്തേക്ക് ഒരു പ്രതിഷേധത്തെക്കുറിച്ച് ഇപ്പോൾ CJP ആലോചിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധം പാർലമെന്റ് കവാടത്തിലും പാർലമെന്റ്
പാർലമെന്റിനകത്തും പാർലമെന്റ് പുറത്തും ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാർലമെന്റിനകത്താണെങ്കിലും പ്രതിഷേധം ഉറപ്പിക്കാം, പാർലമെന്റ് പുറത്തുകൂടി പ്രതിഷേധത്തിന് സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാലും വലിയ ആവേശത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നു. അവർക്ക് നമ്മൾ മലയാളം മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത്. എന്നാണെങ്കിലും വലിയ പ്രതിഷേധം, നമുക്ക് BC ഒക്കെ സഹായിക്കുന്ന ആളുകളുണ്ട്. എന്നാണെങ്കിലും വലിയ പ്രതിഷേധമായി അരുൺ ഇത് മാറുകയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. അരുൺ, ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറെ കൗതുകപരമായ കാര്യം, നമ്മൾ മലയാളികളുടെയും പ്രാദേശിക ഭാഷാ ചാനലുകളുടെ മാധ്യമങ്ങൾക്ക് മാത്രമാണ് മൈക്കിൻ്റെ ഐഡിയൊക്കെ വെച്ച് അവിടെ ധൈര്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള മാധ്യമങ്ങളുടെയൊക്കെ മൈക്ക് ഐഡിയൊക്കെ ഊരിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഗോദി മീഡിയ അല്ലാത്ത മീഡിയയ്ക്ക് അവിടെ പ്രവർത്തിക്കാൻ അവർ അനുവാദം നൽകും. അതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട